വിഷ്ണു ലോകം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ അന്ന് ലാൽ ജോസ് സഹസംവിധായകനായി തുടങ്ങി 4 സിനിമയോ 5-6 സിനിമയായിട്ടുണ്ടെന്ന് തോന്നുന്നു. 89-ലാണ് പ്രാദേശിക വാർത്തകളാണ് വരുന്നത്. അത് കഴിഞ്ഞ് ശുഭയാത്ര, പാവം പാവം രാജകുമാരൻ, വിഷ്ണു ലോകം, അല്ല വിഷ്ണു ലോകം. അതിന് മുമ്പ് കുറച്ച് സിനിമകൾ 5-6 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് വിഷ്ണു ലോകം ചെയ്യുമ്പോൾ അതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന മുരളിയാണ് ലാൽ ജോസിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവേണ്ട സമയം, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിക്കോ, എന്നെ വെച്ച് അന്ന് മുരളി ശരിക്കും നായകനായിട്ടൊന്നും സിനിമകൾ തുടങ്ങിയിട്ടില്ല. പിന്നീട് 92-ലെ ആധാരം എന്ന് പറയുന്ന ഒരു സിനിമയുടെ സക്സസോടുകൂടിയാണ് മുരളിക്ക് നായകവേഷങ്ങൾ കൂടുതലും ഹിറ്റായി തുടങ്ങിയത്. അന്ന് മുരളി ലാൽ ജോസിനോട് പറഞ്ഞു, എന്നെ വെച്ച് ഒരു കഥയൊക്കെ ആലോചിക്കുക, എന്നെ വെച്ച് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലാൽ ജോസ് പറഞ്ഞിട്ടുള്ളത്, ഞാനപ്പോൾ ഇത്രയ്ക്കൊക്കെ ആയോ എന്നൊരു ധൈര്യം വന്നത്. അപ്പോൾ പറഞ്ഞു വന്ന് അന്ന് ഈ പറഞ്ഞ പോലെ ലാൽ ജോസിന് ഒരു പേരുള്ളതുകൊണ്ട് എല്ലാവരും ലാൽ ജോസിനെ വെച്ച് സിനിമകൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ലാൽ ജോസിന് എവിടെ ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സേഫ് ആയിട്ടുള്ള ഇതൊന്ന് മാറിപ്പോയി സിനിമ ചെയ്ത് അവസാനം ഫ്ലോപ്പായാലും പിന്നെ അസോസിയേറ്റ് ആയിട്ട് ആരും വിളിക്കില്ല. അതൊക്കെയാണ് പൊതുവെ മലയാള സിനിമയുടെ ഒരു കുഴപ്പങ്ങൾ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രീനിവാസൻ ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറായി. ആ സമയത്ത് ഇവർ ജയറാമിനെ വെച്ചിട്ട് കഥ ആലോചിച്ചു. ജയറാമിനെ വെച്ചിട്ടാണ് ഒരു കഥ. അതായത് ശരിക്കും അന്ന് ഇതിൻ്റെ ഒരു ത്രെഡ് വന്നിട്ടുള്ളത് ഇവർക്കൊരു പത്ര കട്ടിങ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ഒരു ചേട്ടൻ അതോ ചേട്ടൻ്റെ ഭാര്യയുടെ കൂടെ അനിയനെ വിളിച്ചു കൊടുക്കും, അനിയൻ്റെ ഭാര്യയുടെ കൂടെ ചേട്ടനെ വിളിച്ചു കൊടുക്കും, അങ്ങനെ എന്തോ ഒരു പത്ര കട്ടിങ് എന്നൊരു ന്യൂസ് കിട്ടിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ കഥയൊക്കെ ഡെവലപ്പ് ആക്കിയത്. അപ്പം അന്ന് ശരിക്കും ആലോചിച്ചിരുന്ന ഒരു ജയറാമാണ് അനിയൻ. അതായത് നാട്ടിൽ അത്യാവശ്യം രാഷ്ട്രീയവും ഗുണ്ടായുസും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു അനിയൻ ചേട്ടൻ്റെയും ഫാമിലിയുടെ അടുത്തേക്ക് വരുന്നു. അതായത് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ചേട്ടനും ഭാര്യയൊക്കെ താമസിക്കുന്ന അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ജയറാമും ചേട്ടനായിട്ട് മുരളിയുടെ വൈഫായിട്ട് ചേട്ടത്തിയായിട്ട് ശ്രീലക്ഷ്മി ഭൂതക്കണ്ണാടിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഇപ്പോഴും സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന നമുക്കറിയാം, സീരിയലിലൊക്കെ ഹീറോ അമ്മ വേഷമൊക്കെ ചെയ്യുന്നതാണ്. അവരാണ് ഉദ്ദേശിച്ചിരുന്നത്.